അമ്പല്ലൂർ അടിപ്പാതയുടെ മേൽപ്പാതയ്ക്ക് വേണ്ടി നിർമ്മിച്ച പാർശ്വഭിത്തിയിലെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ പുറത്തേക്ക് തള്ളിയ നിലയിൽ. ഇതോടെ മേൽപ്പാതയുടെ ഒരു ഭാഗം ഇടിയുമോ എന്ന് ആശങ്ക. നോട്ടത്തിൽ തന്നെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ അടുക്കി സ്ഥാപിച്ചതിൽ അപാകവും വ്യക്തമാണ്. പണി പൂർത്തിയാകുന്ന അമ്പല്ലൂർ അടിപ്പാതയുടെ നിർമ്മാണത്തിലെ അപാകതയാണ് ഇത്തരത്തിൽ ആശങ്കയ്ക്ക് ഇടയാക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നിർമ്മാണ സമയത്ത് അസ്ഥിവാരത്തിന് വേണ്ടത്ര ഉറപ്പില്ലാത്തതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് സൂചന. മഴ ശക്തമാവുകയും വെള്ളം കിനിഞ്ഞിറങ്ങുകയും ചെയ്യുകയും പാലത്തിൽ ഭാരമേറിയ വാഹനങ്ങൾ കടന്നു പോവുകയും ചെയ്യുമ്പോൾ ഇളക്കമുള്ള അടിഭാഗം ഇടിയുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പ്രശ്നത്തിൽ പ്രദേശവാസികൾ പലതവണ ദേശീയപാത പ്രൊജക്ട് ഡയറക്ടറുമായി ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹം വിഷയത്തിൽ ഇടപെട്ടതായി അറിവില്ല. നേരത്തെ അടിപ്പാതയുടെ തൂണുകൾക്കായി അമ്പല്ലൂർ സെന്ററിൽ എടുത്ത കുഴി മൂടി വീണ്ടും കുഴിക്കേണ്ടി വന്നത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇളക്കമുള്ള മണ്ണിൽ ശരിയായ ബലപരിശോധന നടത്താതെയാണ് തൂണുകളുടെ പണി തുടങ്ങിയതെന്ന ആരോപണം അന്നേ ഉണ്ടായിരുന്നു. തുടർച്ചയായി ഉണ്ടായ അപകടങ്ങളെ തുടർന്ന് ദേശീയപാത അതോറിറ്റി ബ്ലാക്ക് സ്പോട്ടായി പ്രഖ്യാപിച്ച 11 ഉൾപ്പെട്ട അമ്പല്ലൂരിലെ അടിപ്പാത പണി പൂർത്തിയാവുകയും അനൌദ്യോഗികമായി വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുത്തതുമാണ്. തമിഴ്നാട് നാമക്കൽ നല്ലിപ്പാളയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന PST എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. എന്നാൽ നിശ്ചിത സമയത്ത് അടിപ്പാത പണി പൂർത്തിയാക്കാൻ കഴിയാതിരുന്നതോടെ ഈ കമ്പനിയെ ദേശീയപാത അതോറിറ്റി തുടർന്നുള്ള കരാറുകളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതിനുശേഷം ആരംഭിച്ച പുതുക്കാട്, മരത്താക്കര, നടത്തറ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ കരാർ നൽകിയിരിക്കുന്നത് ഹരിയാന ആസ്ഥാനമായുള്ള ധരിവാൾ ബിൽടെക് ലിമിറ്റഡിനാണ്. ആലപ്പുഴയിലും കണ്ണൂരും കോഴിക്കോടും മേൽപ്പാലങ്ങൾ നിർമ്മാണത്തിനിടെ തകർന്ന സംഭവങ്ങൾ ഉണ്ടായത് പ്രദേശവാസികളെയും വാഹനയാത്രികരെയും ആശങ്കയിലാക്കുന്നുണ്ട്. ദേശീയപാതയിലെ നിർമ്മാണത്തിലെ അപാകങ്ങളെക്കുറിച്ച് പരാതിപ്പെടാനോ നിർമ്മാണ പുരോഗതി സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിന് പാലക്കാട് ചന്ദ്രനഗരിലെ ദേശീയപാത അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെടുക മാത്രമേ മാർഗമുള്ളൂ. എന്നാൽ അധികൃതരെ നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വിഷയത്തിൽ സാങ്കേതിക പരിശോധന നടത്തുകയും ആവശ്യമായ മുൻകരുതലുകൾ എടുത്ത് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നുമാണ് ആവശ്യം ഉയരുന്നത്.